മുളയങ്കാവ് പോകാൻ വേണ്ടി നാശിച്ചപ്പോൾ നല്ല മഴ കേട്ടോ. എന്തായാലും ഞങ്ങളുടെ അടുത്ത് നാലാളത്തും കൂട്ടുണ്ടാവുകൊണ്ട് കുഴപ്പമില്ലാണ്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷെ നാലാളും കൂടി പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഞങ്ങൾ നാലാളും കൂടി പോകുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കുള്ള കാര്യമാണ്. പക്ഷെ ഞങ്ങൾ എന്നാലും അഡ്ജസ്റ്റ് ചെയ്തിരിക്കും കേട്ടോ. പിന്നെ തടി ഇല്ലാത്തതുകൊണ്ട് അനുമോളും ഉണ്ണീസിനും തടി ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ ഒരുവിധം ഞാനാണ് തടിയുള്ളത് എന്നുള്ള എല്ലാവരും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ വണ്ടിയിൽ നിന്ന് തണ്ട് ഇതുപോലെ ഞങ്ങൾ പോകട്ടോ. അപ്പോൾ നാലാൾ അനുമോള് ഫോട്ടോ ഊരിയതാട്ടോ. അവൾക്ക് ഭയങ്കര മടിയായിട്ട് റെയിൻബോ വണ്ടിയിൽ പോകണമെന്ന് പറയും. അങ്ങനെ അവൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ പുഷ്പാഞ്ജലിയൊക്കെ എഴുതി ഞങ്ങളത് കഴിച്ചു കേട്ടോ. നല്ല തിരക്കൊന്നുമില്ല കേട്ടോ. നമുക്ക് സുഖമായി തൊഴുതു പോന്നു കേട്ടോ. ഞങ്ങൾ അങ്ങനെ എണ്ണയും തിരിയും കൂടി ഞങ്ങളങ്ങോട്ട് കൊണ്ടുപോയി വെക്കാറുണ്ട് കേട്ടോ. എപ്പോഴും ഞങ്ങളിങ്ങനെ ഒന്ന് വെക്കാറുണ്ട്. അമ്പലത്തിൽ പൂവല്ലേ, അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ എപ്പോഴേനല്ലേ പോവുള്ളൂ. അങ്ങനെ ഏട്ടനും കൂടി ഞങ്ങളൊപ്പം വരുമ്പോൾ ഒരു സന്തോഷമാണ്. ഞങ്ങൾക്ക് അമ്പലത്തേക്ക് പോകുമ്പോൾ ഏട്ടനുണ്ടെങ്കിൽ രസം കേട്ടോ. അങ്ങനെ ഞങ്ങൾ മസാല ദോശയും നെയ്റോസ്റ്റൊക്കെ കഴിച്ച് ഏട്ടൻ ഇഡ്ഡലി ഏട്ടോ കഴിച്ചത്. ഞങ്ങളവിടെ കഴിച്ചു കേട്ടോ. ഞങ്ങളുടെ അടുത്ത അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാട്ടോ അനുമോൾ വരുന്ന വഴിക്ക് ഇന്ത്യ ഒരു വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അവളുടെ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്തായാലും ഇതൊക്കെയാണ് വീഡിയോ കേട്ടോ.